കലാപരമായ തന്റെ കഴിവിനെ ഈ മനുഷ്യൻ ഉപജീവനമാർഗമാക്കിയത് കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ്. കടൽ തീരം അങ്ങനെ അപാരമായി കിടക്കുമ്പോൾ വെറും മണലിൽ രൂപപ്പെടുന്നത് മനോഹരമായ കലാസൃഷ്ടികൾ. കാസർഗോഡ് സ്വദേശിയായ മനുവിന് കടലും മണലും ബാല്യകാലം മുതൽ ഏറെ പ്രിയപ്പെട്ടവയാണ്. ചെറുപ്പം മുതൽ തന്നെ കടൽ തീരത്ത് മണൽ ഉപയോഗിച്ച് വ്യത്യസ്ത രൂപങ്ങൾ മനു നിർമ്മിച്ചിരുന്നു. കാലക്രമേണ ഈ കഴിവ് ജീവിതത്തിന്റെ ഭാഗമായി, പിന്നീട് ഉപജീവന മാർഗവുമായി. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തുന്നവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് മനു നിർമ്മിക്കുന്ന മനോഹരങ്ങളായ മണൽ ശില്പങ്ങളാണ്. മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, സിനിമാ കഥാപാത്രങ്ങൾ, സാമൂഹിക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ശില്പങ്ങൾ എല്ലാം വളരെ സൂക്ഷ്മതയോടും കലാപരമായ മികവോടും കൂടി മനു മണലിൽ തീർക്കുന്നു. ബീച്ചിലെത്തുന്ന കുട്ടികളും കുടുംബങ്ങളും വിനോദസഞ്ചാരികളുമെല്ലാം ഏറെ കൗതുകത്തോടെയും ആകാംക്ഷയോടുമാണ് മനുവിന്റെ ശില്പങ്ങളെ നോക്കിക്കാണുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടുന്നു മനുവിന്റെ കരവിരുത്. നിർമ്മിക്കുന്ന മണൽ ശില്പത്തിന് സമീപത്ത് മനു ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിരിക്കും. ശില്പം കാണാനെത്തുന്നവർ ചിലരൊക്കെ അതിൽ പണം നിക്ഷേപിച്ച് മനുവിനെ സഹായിക്കും. സ്വമേധയാ നൽകുന്ന ഈ സഹായധനമാണ് മനുവിന്റെ പ്രധാന വരുമാനം. വലിയ സാമ്പത്തിക പിന്തുണകളൊന്നുമില്ലാതെ സഹൃദയരായ ആളുകൾ നൽകുന്ന ചെറിയ സംഭാവനകളെ ആശ്രയിച്ചാണ് കുടുംബജീവിതം മുന്നോട്ടു പോകുന്നത്. കല ഉപേക്ഷിക്കാനായില്ല. ആളുകൾ ഇഷ്ടപ്പെടുമ്പോൾ സന്തോഷമാണ്. കിട്ടുന്ന സഹായം കൊണ്ടാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്, മനു പറയുന്നു. കടൽ തീരത്തെ മണൽക്കണങ്ങൾക്ക് മനോഹരമായ രൂപങ്ങൾ നൽകി കലയുടെ പുതിയ ലോകം സൃഷ്ടിക്കുന്ന മനുവിന് നാട്ടുകാരും സന്ദർശകരും മികച്ച പിന്തുണയാണ് ഇതുവരെ നൽകിപ്പോരുന്നത്. ഈ കലാസൃഷ്ടികൾ തിരമാലകളിൽ മാഞ്ഞുപോയാലും കാണികളുടെ മനസ്സിൽ അവശേഷിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.